പ്രിയമുള്ളവരെ, ഒരു ആമുഖത്തിന്റെ ആധികാരികത ഒന്നും അവകാശപ്പെടാനില്ലാത്ത തികച്ചും ലളിതമായ ഒരു പ്രമേയം. പക്ഷേ നിങ്ങളോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ കഥ പറഞ്ഞു തീരുമ്പോൾ നമ്മളെ നമ്മളാക്കി തീർത്ത ആ മുഖം നെഞ്ചോട് ചേർത്ത് വെക്കണം. ഞങ്ങൾ വിനയ പുരസ്സരം അവതരിപ്പിക്കുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ക്ഷേത്രത്തിനകത്ത് മൊബൈൽ ഫോൺ ഒന്ന് വേഗം നടക്ക്. ഇപ്പൊ ക്യൂ നിന്നാലേ നട തുറക്കുമ്പോൾ തൊഴാൻ പറ്റൂ. ഇങ്ങനെ ധൃതി പിടിക്കല്ലേ ഏട്ടാ. എന്തിനാ അമ്മൂമ്മ കരയുന്നേ? ഓ ഒന്നുമില്ല മോളെ. എന്താ മോളുടെ പേര്? അശ്വതി. അച്ഛനും അമ്മയും തൊഴാൻ പോയിരിക്കുക. എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അമ്മൂമ്മയുടെ പേരെന്താ? സാവിത്രി. സാവിത്രി അന്തർജനം. അമ്മൂമ്മ എന്തിനാ കരഞ്ഞേ? അത് ഇന്ന് എന്റെ മോന്റെ പിറന്നാളാ. മോന്റെ പിറന്നാളായിട്ട് ഏതെങ്കിലും അമ്മമാര് കരയുവോ? അമ്മുമ്മയുടെ മോൻ എവിടെ? മോനാണോ അമ്മുമ്മ ഗുരുവായൂർ കൊണ്ടുവന്നേ? അതെ, അവനെ എന്നെ ഇവിടെ കൊണ്ടുവന്നേ. അവൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ദന്ത ഡോക്ടറാ. ഡോക്ടർ രാജീവ് ബാലൻ. എന്റെ രാജുമോൻ. അവനെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോഴല്ല, 10 വർഷം മുൻപ്. അന്ന് എന്നെ ഇവിടെ ഈ ഗുരുവായൂർ അമ്പലനടയെ വിട്ടിട്ട് പോയതാ എൻ്റെ മോൻ. പിന്നെ ആരും വിളിക്കാൻ വന്നിട്ടില്ല. ഈ അമ്മുമ്മ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ച് പറ അമ്മുമ്മേ. പറയാം മോളെ. നട തുറക്കുന്നതിന് മുൻപ് നമുക്കൊരു പ്രദക്ഷിണം വയ്ക്കാം. എന്റെ കൃഷ്ണ ഭഗവാനെ. അമ്മുമ്മ, എന്താ ശരിക്കും സംഭവിച്ചേ? അന്നത്തെ കാലത്ത് ഒരുപാട് കോളിളക്കം ഉണ്ടാക്കിയ ഒരു പ്രണയ വിവാഹമായിരുന്നു എൻ്റേത്. ജാതി വേർതിരിവുകൾ ഉണ്ടായിരുന്ന ആ കാലത്ത് ഈ സാവിത്രി അന്തർജനത്തിന് പ്രണയം തോന്നിയത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സഖാവ് ബാലനോട്. സഖാവ് ബാലനോടൊപ്പം ജീവിതം തുടങ്ങുമ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് വയസ്സ് 20.
ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടിരിക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ ഇന്നുമെൻ സ്വന്തമേ കിളിയേ തത്ത കിളിയേ കൊഞ്ചി പറന്നെൻ കൂട്ടിലെത്തൂല നിലവേ ചിന്നിച്ചിതറും കൊതിയാ കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാ സാവിത്രിയുടെ കൂടെ വന്നതാരാ? തങ്കമേ 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 തന്നാനന്നാ മായം കാട്ടി മയക്കിടല്ലേ മനത്തൂടെ നടത്തിയിടല്ലേ കതിലെന്ന് ചൊന്നതെല്ലാം നേരാണോ നിന്നെ മാത്രം ഓർത്തിരുന്നു കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നടൻ പെണ്ണായി തങ്കമേ 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 തന്നാനന്നാ രാജുമോനെ നിക്ക്, നീ ചോറ്റുപാത്രം എടുത്തിട്ടില്ല. നീ എങ്ങോട്ടേ ഓടുന്നേ? അച്ഛാ, ബട്ടൺസ് പോലും ശരിയായിട്ടല്ലേ ഇട്ടേക്കുന്ന. അടേ നിൽക്കണം. ബാലേട്ടന് ഇവന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കണ്ടല്ലോ. എപ്പോഴും ഒരു പാർട്ടിക്കാരി മാത്രം. ഇന്ന് മോന് സ്കൂളിൽ പ്രസംഗ മത്സരമാ, അറിയാമോ? ആണോ? വൈകിട്ട് വരുമ്പോ സമ്മാനവുമായി വരാവൂ. സഖാവ് ബാലന്റെ മോനാണെന്ന് എല്ലാവരും പറയണം. മിടുക്കനായിട്ട് പോയിട്ട് വാ. അച്ഛാ, ഇന്നലെ ടീച്ചർ ബോർഡിൽ എഴുതിയതൊന്നും വായിക്കാൻ പറ്റിയില്ല. ഒരു മങ്ങല് പോലെ. അവൻ തുടങ്ങി. ഇന്നലെ പുസ്തകം വായിക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു പറച്ചില്. മടിയനാ, ആന മടിയൻ. സമയം കളയാതെ സ്കൂളിൽ പോകാൻ നോക്കിയേ നീ. ടാറ്റാ. ബാലേട്ടാ, ഞാൻ എത്ര നാളായി പറയുന്നു എന്നെ ഗുരുവായൂർ അമ്പലത്തിലൊന്ന് കൊണ്ടുപോകണമെന്ന്. സാവിത്രി, നിനക്കറിയാവുന്നല്ലേ, ഞാൻ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നിടത്തോളം അത് സാധ്യമാവും തോന്നുന്നില്ല. പക്ഷെ എന്റെ മോൻ, അവൻ വളർന്ന് ഒരു വലിയ ഡോക്ടറൊക്കെ ആകുമ്പോ നിന്നെ തീർച്ചയായിട്ടും ഗുരുവായൂർ കൊണ്ടുപോകും. ഇപ്പൊ നീ എനിക്കൊരു കട്ടനിട്ടുകൊടുത്താ. ഞാൻ ഈ വാർത്തയൊന്ന് കേൾക്കട്ടെ. കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലത്തെ കക്ഷിനില അനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക്. E.K. നയനാരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നാളെ അധികാരമേൽക്കുമെന്ന് സാവിത്രി, നീ ഇത് കേട്ടോ? നമ്മുടെ പാർട്ടിയാണ് ഇനി കേരളം ഭരിക്കുന്നതെന്ന്. ഞങ്ങളുടെ പാർട്ടിക്കാരെ നീ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. സാവിത്രി, സാവിത്രി, നമ്മുടെ മോനെ നീ നോയിക്കോട്ടെ. സാവിത്രി, എഴുന്നേക്ക്, എഴുന്നേക്ക് സാവിത്രി. ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ട് തൊട്ടെന്നുള്ളിലുള്ള പാട്ട്, എന്നും ചായുറക്കി പാടിത്തരും പാട്ട്, ഓരോരോർമ്മകളിലോടിയെത്തും പാട്ട്, കണ്ണീരിൻ പാടത്തും നിലമില്ലാരാവത്തും കൽബിലെ കത്തണ പാട്ട്, പഴം പാട്ട്, ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ട് തൊട്ടെന്നുള്ളിലുള്ള പാട്ട്. എന്റെ മോനെ പുറക്കി കൊടുത്തപ്പോ നിനക്ക് സമാധാനമായല്ലോ അല്ലടി? നീ ഈ ചെറുക്കന് ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടി, ഗുണം പിടിക്കത്തില്ലടി. മതി, ഇങ്ങോട്ട് വരാനാ. നീ ഒന്നും ബഹളം വെക്കാതെ. കായലിൻ കരയിലെ തോണി പോലെ
കുളിരായി പൂങ്കുരുന്നേ പെയ്യാമുകിലുകൾ വിങ്ങും മനസ്സുമായി മനത്തെ സൂര്യനെ പോലെ. മോനെ മുത്തശ്ശൻ. അടുത്ത് വരരുത്, അശ്രീകരം. അച്ഛാ. തൊട്ട് അശുദ്ധമാക്കണ്ട. നിന്റെ കഷ്ടപ്പാട് അറിഞ്ഞ് ഇത്രടം വന്നതാ. നിനക്ക് വേണം വെച്ചാ ഇല്ലത്തേക്ക് മടങ്ങി വരാം. പക്ഷെ ഇവനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം വരാൻ. അവളെ കൂടുതൽ സങ്കടപ്പെടുത്താതെ ഇങ്ങോട്ട് വന്നേ. എന്ന് വെച്ചാ എങ്ങനാ? ഇവള് കാരണം താഴെയുള്ള രണ്ടാളുടെ വേളിയാ മുടങ്ങി കിടക്കുന്നേ. സങ്കടം വരില്ലേ എനിക്ക്? എന്നെ ആർക്കും ഇഷ്ടമല്ല അല്ലേ അമ്മേ? എനിക്ക് ആരുമില്ല അമ്മേ, എനിക്ക് ആരുമില്ല. ആര് പറഞ്ഞു എൻ്റെ മോൻ ആരുമില്ലെന്ന്? ഈ അമ്മ ഉള്ളിടത്തോളം എൻ്റെ മോൻ സങ്കടപ്പെടണ്ട, എൻ്റെ മോൻ സങ്കടപ്പെടണ്ട. അമ്മേ, അമ്മേ, എന്താ മോനെ? അച്ഛൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ഡോക്ടർ ആകാൻ അഡ്മിഷൻ കിട്ടി. BDS അഡ്മിഷൻ കിട്ടിയേ. BDSോ? അതെന്താ? അമ്മേ, ദന്ത ഡോക്ടർ ആവാനുള്ള അഡ്മിഷൻ. പക്ഷേ ഞാൻ പോകുന്നില്ലമ്മേ. അതെന്താ മോനെ? അതമ്മേ ഒരുപാട് കാശ് വേണ്ടി വരും. അത് സാരമില്ല മോനെ. ഇപ്പൊ അമ്മ 4 വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്. 2 ഇടത്തൂടെ പോയാ നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. മോൻ പഠിക്കാൻ പോണം. വാ, വന്നു വല്ലതും കഴിക്കും. അങ്ങനെ അവന്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ അവൻ BDS ചേർന്നു. പഠിപ്പിക്കാൻ അമ്മുമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലേ? കൃഷ്ണ ഗുരുവായൂരപ്പ, അതൊക്കെ ഒരു കഷ്ടപ്പാടാണോ മോളെ? മാതാപിതാക്കള് ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയല്ലേ? എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചേ? നമുക്കൊരു പ്രദക്ഷിണം കൂടി വെക്കാം. അപ്പോഴേക്കും മോളുടെ അച്ഛനും അമ്മയും തൊഴുതിട്ട് വരും. ബാക്കി പറ അമ്മുമ്മേ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. എന്റെ രാജുമോൻ പരീക്ഷയൊക്കെ പാസ്സായി. അമ്മേ, അമ്മേ, ആ മോൻ വന്നോ? അമ്മേ, അമ്മയുടെ മോനിപ്പോ ഡോക്ടറാ. ഡോക്ടർ രാജീവ് ബാലൻ. അമ്മയ്ക്കൊരു സർപ്രൈസ് കൂടി ഉണ്ടേ. സർപ്രൈസോ? എന്തുവാടാ? ദീപ, ദീപ. അമ്മ, ഇത് ദീപ. എൻ്റെ കൂടെ BDS ഉണ്ടായിരുന്നതാ. ഞങ്ങള് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞാനിങ്ങി വിളിച്ചോണ്ട് പോന്നു. നീ നിന്റെ അച്ഛന്റെ മോൻ തന്നെ. പക്ഷെ എന്നോടൊന്ന് പറയാമായിരുന്നു. മക്കളവിടെ നിക്കേ, അമ്മ പോയി വിളക്കെടുത്തിട്ട് വരാം. വാട്ട് ഇസ് ദിസ്? ഇതൊക്കെ പഴയ ആചാരങ്ങളല്ലേ. എനിക്കിതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. രാജു, ഇത് നിങ്ങളുടെ അമ്മയാണോ? ഞാൻ വിചാരിച്ചു വേലക്കാരിയാണെന്ന്. ഒരു വൃത്തിയില്ലല്ലോ. ദീപ, നോ. രാജു, എവിടാ നമ്മുടെ റൂം? ഒന്ന് മാറിയേ. പിന്നെ അങ്ങോട്ട് ഈ അമ്മൂമ്മയ്ക്ക് മനപ്രയാസത്തിന്റെ കാലമായിരുന്നു. ഒറ്റപ്പെടലിന്റെ, വേദനയുടെ, ശകാരങ്ങളുടെ വർഷങ്ങൾ. രാജു, ഒന്ന് വേഗം വാ. ക്ലിനിക്കിൽ പോകാൻ സമയമായി. ആ, ദാ വരുന്നു. വന്ന് നിങ്ങളൊരു മടിയനായിക്കൊണ്ടിരിക്കുക. നീ എന്താ ഉദ്ദേശിച്ചേ? ഇന്നലെ നിങ്ങൾ ക്ലിനിക്കിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേ? എത്ര നേരമാ ഒരു പേഷ്യന്റിനെ കൊണ്ടിരുന്നേ? ഓ, അതായിരുന്നോ? ദീപ, അത് സത്യത്തിൽ എനിക്ക് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ പ്രൊസീജിയേഴ്സ് ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. കണ്ണിന് എന്തോ ഒരു ചെറിയ മങ്ങല് പോലെ. അതാ അത്രയും സമയമെടുത്തേ. അല്ലാതെ നോ, യു ആർ ജസ്റ്റ് ബിക്കമിങ് എ ലേസി ബാഗ്. വൈകി പറ, ക്ലിനിക്ക് ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. എന്താ മോളെ പ്രശ്നം? ഒന്നുമില്ലമ്മേ, ദീപ പറയുമായിരുന്നേ. ദേ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുതെന്ന്. തിന്നാനും കുടിക്കാനും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അതും കഴിച്ചൊരു മൂലക്ക് ഇരുന്നോണം. വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരരുത്. ദീപ, പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കേ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ? അമ്മയ്ക്ക് എന്ത് തോന്നി കാണും? അമ്മുമ്മേ, അമ്മുമ്മേ, ഇന്ന് എന്റെ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു അല്ലേ? ഇല്ല മോനെ, പേര് വേണം. വേണം. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പഴയ സാധനം ഒന്നും വാങ്ങി കഴിക്കരുതെന്ന്. എന്തിനാ ദീപ അവനെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? പിന്നല്ലാതെ ഇവർക്കിത് എന്തിന്റെ കേടാ? നിങ്ങളോ ഇങ്ങനായി, ഇനി എന്റെ മോനെ കൂടെ നശിപ്പിക്കാനാണോ? ദീപ, ഒന്ന് നിർത്തുന്നുണ്ടോ? നീ അകത്തോട്ട് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മുമ്മേ, എന്നെ വിടാൻ പറ. രാജു, വന്നേ. വരാൻ. ദീപ, ദിസ് ഈസ് ടു മച്ച്. രാജു, നിങ്ങളുടെ അമ്മയുടെ ശല്യം സഹിക്കാൻ വയ്യ. ഇതിനൊരു സൊല്യൂഷൻ കണ്ടേ പറ്റൂ. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? അവരിടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ ഗുരുവായൂര് പോണം എന്ന്. നാളെ തന്നെ അവരെ അവിടെ കൊണ്ടുവിടണം. എന്നിട്ട് അവിടെങ്ങാനും കളഞ്ഞിട്ട് ഇങ്ങ് പോരണം. ദീപ, നീ എന്തൊക്കെയായി പറയുന്നേ? അമ്മ കേക്കും. കേക്കട്ടെ, ഇത് നിങ്ങളുടെ ആ പഴയ ചെറ്റക്കുടിലല്ല, ഞാൻ വെച്ച വീടാ. പോയി അവരോട് പറ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അമ്മേ. ആ, എന്താ മോനെ? അമ്മയ്ക്ക് ഗുരുവായൂർ പോണോന്ന് പറയാറില്ലേ? ആ, നാളെ രാവിലെ നമുക്ക് പോവാം.
അമ്മ രാവിലത്തേക്ക് റെഡി ആയിക്കോ. ആ മോനെ, എന്താ അമ്മേ? അമ്മയ്ക്ക് ഗുരുവായൂർ പോകണ്ട മോനെ. അതെന്താ അമ്മേ? അമ്മയ്ക്ക് എന്റെ മോന്റെ കൂടെ ഇവിടെ താമസിച്ചാ മതി. അമ്മയ്ക്ക് എങ്ങും പോവണ്ട, എങ്ങും പോവണ്ട മോനെ. അമ്മ ഇവിടെ നിന്നോളാം. അതെന്ത് വർത്താനോ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങളല്ലേ എപ്പോഴും ഗുരുവായൂർ പോണം എന്ന് പറയാറ്? നാളെ തന്നെ നിങ്ങൾ ഗുരുവായൂർ പോവും. തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. രാജു വന്നേ. ആ മോൻ പിന്നെ അമ്മമ്മയെ കാണാൻ വന്നിട്ടില്ലേ? ഇല്ല മോളെ. എന്നിട്ട് അമ്മമ്മ ആ മോനെ ശപിച്ചോ? ശപിക്കാനോ? ഒരിക്കലും ഇല്ല. ഒരമ്മയ്ക്കും അതിന് കഴിയില്ല മോളെ. ഞാൻ ആ വീട്ടില് അധികപ്പറ്റായി അവർക്ക് തോന്നിക്കാണും. അതാ അവരെന്നെ. അവര് സന്തോഷമായിരിക്കട്ടെ. 10 വർഷമായി അവരെ കണ്ടിട്ട്. ഇന്ന് പിറന്നാളായിട്ട് അവൻ നല്ല സദ്യയൊക്കെ കഴിക്കുമായിരിക്കും. പക്ഷെ അമ്മമ്മയ്ക്ക് അവരെ ഒന്ന് കാണുമെന്ന് ആഗ്രഹമുണ്ട് മോളെ. അമ്മമ്മ സങ്കടപ്പെടാതെ. ഇവിടെ എവിടെയാ ആഹാരം കിട്ടുന്നേ? ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാവോ? രാജുമോനെ, ഇതെന്റെ അമ്മയുടെ ശബ്ദമല്ലേ? എന്റെ അമ്മയാണോ എന്നെ വിളിക്കുന്നേ? ഇത് ഗുരുവായൂർ അമ്പലമാണോ? അതെ മോനെ, അമ്മയാ. നിനക്ക് എന്താടാ പറ്റിയേ? അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ. അമ്മയെ ഗുരുവായൂർ കൊണ്ടുവിട്ട ശേഷം എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി കുറേശ്ശെ നഷ്ടപ്പെട്ടു തുടങ്ങി. 3 വർഷം മുമ്പ് അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് ക്ലിനിക്കിൽ പോകാൻ പറ്റാതായി. കൈ കാശും ഇല്ലാതായി. അമ്മയോട് ഞാൻ അന്ന് ചെയ്തത് തന്നെ ദീപ എന്നോടും ചെയ്തമ്മ. ഇപ്പൊ എനിക്ക് ആരും ഇല്ലാതായി. എനിക്ക് ആരുമില്ല അമ്മ. ആര് പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന്? നീ അമ്മ ഉള്ളിടത്തോളം എന്റെ മോൻ സങ്കടപ്പെടരുത്. മോനെ അമ്മയുണ്ട്, നമുക്ക് കൂട്ടിന് ഭഗവാനും. മോനെ അവിടെ ഇരിക്കുക. അമ്മ ഇപ്പൊ വരെ. ഓ, എന്തൊരു തിരക്കായിരുന്നല്ലേ. എനിക്ക് ശരിക്കും തൊഴാൻ പറ്റിയോ? ആ, നന്നായി തൊഴുതു. ആ മോനെ, നിങ്ങളുടെ മോൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയതാ. അമ്മ ആരുടെ കാര്യമായി പറയുന്നേ? നിങ്ങളുടെ മോൾ അശ്വതിയുടെ ഇവിടെ നിർത്തിയിട്ട് തൊഴാൻ പോയില്ലേ? അയ്യോ, അമ്മയ്ക്ക് ആള് തെറ്റിയതാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായുള്ളൂ. വാ പോവാം. അപ്പൊ പിന്നെ ആ മോള്